മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് കേരള ഹൈക്കോടതി. പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കൽ എസ്റ്റേറ്റ് ഉടമകളുടെ എതിർപ്പുകൾ മൂലം സർക്കാരിന് പ്രതിസന്ധിയായിരുന്നു. ഹൈക്കോടതി ഉത്തരവോടെ തടസ്സങ്ങൾ നീങ്ങുകയാണ്. ഭൂമി ഏറ്റെടുക്കുന്നത് സ്റ്റേ ചെയ്യണമെന്ന എസ്റ്റേറ്റുകളുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. എൽസ്റ്റൺ ഹാരിസൺ എസ്റ്റേറ്റുകൾ നൽകിയ അപ്പീലുകൾ ഹൈക്കോടതി തീർപ്പാക്കി. സർക്കാരിനും ദുരന്തബാധിതർക്കും ഒരുപോലെ ആശ്വാസകരമാകുന്ന വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതനുസരിച്ച് പുനരധിവാസ നടപടികൾക്ക് ഇനി വേഗം കൂട്ടാം. മറ്റ് തടസ്സങ്ങൾ ഒന്നുമില്ല. ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് പലപ്പോഴും പ്രതിസന്ധിയായത് എസ്റ്റേറ്റ് ഉടമകളുടെ നിലപാടുകളായിരുന്നു. ഹൈക്കോടതി ഉത്തരവോടെ സർക്കാരിന് മുന്നിൽ പ്രതിസന്ധികൾ അകലുകയാണ്. എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള നഷ്ടപരിഹാര തുക 26 കോടി രൂപ സർക്കാർ ഉടൻ കെട്ടിവെക്കണം എന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. നഷ്ടപരിഹാര തുക സ്വീകരിക്കാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശവും നൽകി. ഇത് കെട്ടിവെക്കുന്നതോടെ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയുടെ കൈവശാവകാശം സർക്കാരിന് ലഭിക്കും. പുനരധിവാസ പദ്ധതിയുടെ ഉദ്ഘാടന നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുനരധിവാസ പദ്ധതി സമയബന്ധിതമായി തീർപ്പാക്കണമെന്നും വ്യക്തമാക്കി. മുന്നിൽ തടസ്സങ്ങളില്ലാത്ത സാഹചര്യത്തിൽ സർക്കാർ നടപടികൾ പൂർത്തിയാക്കി പുനരധിവാസം വേഗത്തിലാക്കണമെന്നാണ് ദുരന്തബാധിതരുടെ ആവശ്യം. സർക്കാർ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും സന്തോഷകരമായിട്ടുള്ളൊരു മറുപടിയാണ് ഹൈക്കോടതി നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് സർക്കാർ ഇതായിട്ട് മുന്നോട്ട് പോയിട്ട് പുനരധിവാസം 8 മാസം കഴിഞ്ഞ് മരിച്ച ആൾക്കാരുടെ ആണ്ടാവാനായി വാർഷികമാവാനായി അതിന് ഇത്ര കാലതാമസം തന്നെ ഒരുപാട് കഴിഞ്ഞുപോയി. സർക്കാർ 2 എസ്റ്റേറ്റും ഏറ്റെടുത്തുകൊണ്ട് തന്നെ പറഞ്ഞ ആ ഒരു 10 സെൻറ്റ് എന്നുള്ളതിലേക്ക് ഇനി മാറാൻ പറ്റുമല്ലോ. കാരണം 2 എസ്റ്റേറ്റും എടുത്തതുകൊണ്ട് തന്നെ സ്ഥലം കിട്ടുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് 10 സെൻറ്റ് തന്നെ നമുക്ക് പുനരധിവാസം തരണം എന്നാണ് പറയുന്നത്. ഈ മാസം 27-നാണ് മുഖ്യമന്ത്രി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പിന് തറക്കല്ലിടുന്നത്. അതേസമയം മുണ്ടക്കയിൽ നിന്നുള്ള 17 പേരെയും റാട്ടപ്പാടിയിലെ കുടുംബങ്ങളെയും പടവെട്ടിക്കുന്ന വില്ലേജ് റോഡ് പ്രദേശവാസികളെയും പട്ടികയിൽ പരിഗണിക്കണമെന്നും ആവശ്യം ഇപ്പോഴും ഉയരുകയാണ്. എൽസ്റ്റൺ എസ്റ്റേറ്റിന് പുറമെ നെടുമ്പാല എസ്റ്റേറ്റിന്റെ കാര്യത്തിലും വ്യക്തത വന്നതോടെ 10 സെന്റിൽ തന്നെ പുനരധിവാസം വേണമെന്ന ആവശ്യമാണ് ദുരന്തബാധിതർ ഉന്നയിക്കുന്നത്. ഇതോടൊപ്പം മാനദണ്ഡത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട കുടുംബങ്ങളെയും ലിസ്റ്റിൽ പരിഗണിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ഈ തടസ്സങ്ങൾ നീങ്ങിയ സാഹചര്യത്തിൽ പുനരധിവാസം എത്രയും പെട്ടെന്നുണ്ടാകണം എന്നാണ് ദുരന്തബാധിതർ ആവശ്യപ്പെടുന്നത്. ഒപ്പം പട്ടികയിൽ ഇല്ലാതിരുന്ന റാട്ടപ്പാടി, പടവട്ടിക്കുന്ന് പ്രദേശങ്ങളിലെ ദുരന്തബാധിതരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും അവരുടെ ആവശ്യമുണ്ട്. നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 2 എസ്റ്റേറ്റ് ഏറ്റെടുത്തിട്ട് അനുയോജ്യമായ ആൾക്കാർക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പുനരധിവാസം നടത്താൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും വൃത്തിയായി. കാരണം മേപ്പാടി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, കൽപ്പറ്റ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം തൊഴിലുമായി ബന്ധപ്പെട്ട് മേപ്പാടി പുനരധിവാസം നടത്തി കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ള ആൾക്കാരുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ് ഹൈക്കോടതി തന്നിട്ടുള്ളതെന്ന് അപ്പോൾ ഒരു സന്തോഷം തരുന്നൊരു വാർത്തയാണ്. അപ്പോൾ ഇതായിട്ട് സർക്കാരിന് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഈ ഫോം കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ്, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള പ്രതീക്ഷ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ സർക്കാർ എന്ത് ചെയ്യുക, ഒന്നും നോക്കാതെ ബാക്കി കാര്യങ്ങളൊന്നും നോക്കാതെ പെട്ടെന്ന് തന്നെ ഇതായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹം. കുറച്ചൊരു ആശങ്കയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് പല ചാനലും കൊടുത്തിട്ടുള്ള അവരെപ്പോഴും ആശങ്കയിൽ തന്നെയാണ്. ലിസ്റ്റ് ഇതിന് വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഒരു 17 കുടുംബത്തിന്, പിന്നെ അവിടെ പാടി കുടുംബം, പടവട്ടി, അങ്ങനെ കുറച്ച് കേസുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ആ 16 കുടുംബം 17 കുടുംബം. അപ്പോൾ അവരെയും കൂടി പെട്ടെന്ന് ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഈ ഇതിന് മുമ്പായിട്ട് തന്നെ തറക്കലിന് മുമ്പായിട്ട് തന്നെ ലിസ്റ്റ് കൊണ്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആശങ്കകളൊക്കെ തീർന്ന് എല്ലാവരും സന്തോഷത്തിലാവുമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്.